രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാത്മീകി രാമായണം കിഷ്കിന്ധാകാണ്ഡത്തിലെ 17-ാം സർഗം രാമോപലംഭാൻ എന്ന സർഗമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒളിയം പെയ്ത് ബാലിയെ കൊന്ന ആ രാമനെ യഥാർത്ഥത്തിൽ വാത്മീകിക്ക് പോലും അതൊരു തെറ്റായിപ്പോയി എന്ന് തോന്നുന്നു എന്നാണ്. അതുകൊണ്ടായിരിക്കാം ബാലിയെ കൊണ്ട് രാമനെ നിശിതമായിട്ട് വിമർശിക്കുകയാണ് വാത്മീകി ഈ സർഗത്തിൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ആരംഭിക്കുന്നത്. ബാലി രാമൻ്റെ ശരം ഇടിവെട്ടേറ്റ് വീണ മരം പോലെ അവിടെ വീണു. അദ്ദേഹത്തിൻ്റെ ആ കാന്തിയും പ്രൗഢിയും എല്ലാം നഷ്ടപ്പെട്ട പോലെയായി. ആ ആകാശത്തിൻ്റെ കാന്തി തന്നെ ഇല്ലാതായി പോയി എന്ന് പറയാണ്. അങ്ങനെ മരിച്ചു അല്ലെങ്കിൽ ഭൂമിയിൽ വീണെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ആ പ്രാണനോ തേജസ്സോ പരാക്രമമോ ഒന്നും അദ്ദേഹത്തിനെ വേർപിരിഞ്ഞിരുന്നില്ല. ഇന്ദ്രൻ നൽകിയിരുന്ന ആ പൊന്മാല കൊണ്ട് അദ്ദേഹം അലങ്കൃതനായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ശക്തി കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാണനും തേജസ്സും നിലനിന്നിരുന്നത് എന്നാണ് പറയുന്നത്. അത് ആ മാല കൊണ്ട് അദ്ദേഹം സന്ധ്യ സമയത്ത് സൂര്യാസ്തമയ സമയത്തുള്ള ആ മേഘപടലങ്ങളെപ്പോലെ ശോഭിച്ചു എന്ന് പറയണം. അങ്ങനെ വീണ് ആ മാലയും ഒപ്പം മർമ്മഘാതിയായ ശരവും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട്. എങ്കിലും അദ്ദേഹം ലക്ഷ്മിയാൽ പ്രകാശിക്കപ്പെടുന്നവനായിട്ട് തോന്നി എന്ന് പറയണം. അങ്ങനെ രാമൻ്റെ ആ ബാണം അദ്ദേഹത്തിന് സ്വർഗമാർഗപ്രദായകമായ പരമഗതിയെ നൽകുകയാണ് ഉണ്ടായത്. പുണ്യങ്ങളുടെ അവസാനത്തിൽ ഭൂമിയിലേക്ക് പതിക്കും. സ്വർഗത്തിൽ പുണ്യം കിട്ടിയാൽ സ്വർഗത്തിൽ പോകുമെന്നും ചെയ്ത പുണ്യഫലങ്ങൾ അവസാനിക്കുമ്പോൾ ഭൂമിയിലേക്ക് വീഴുമെന്നുമാണ് സങ്കല്പം. ആ സങ്കല്പം അനുസരിച്ച് ആ ബാലി തൻ്റെ സ്വർഗത്തിൽ നിന്ന്, അതായത് ബാലി ഇത്രയും കാലം അനുഭവിച്ച സ്വർഗസുഖങ്ങളിൽ നിന്ന് പതിതനായി തീർന്നിരിക്കുകയാണ്, ഭൂമിയിലേക്ക് വീണിരിക്കുകയാണ് എന്ന് പറയുന്നു. അങ്ങനെ ദേവേന്ദ്രനെ പോലെ തന്നെ ശക്തനായ, ദേവേന്ദ്രനെ പോലെ ആർക്കും എതിർക്കാൻ കഴിയാത്തവനും വാമനമൂർത്തിയെപ്പോലെ ശക്തനും ഹേമമാലിയും നല്ല മറിടത്തോടു കൂടിയവനും കളങ്ങുന്ന കണ്ണുകളോടുകൂടിയവനും ഒക്കെയായ ബാലിയുടെ അടുത്തേക്ക് ലക്ഷ്മണനോടുകൂടി രാമൻ ചെന്നു. കത്തിത്തീർന്ന തീ പോലെ വീണുകിടക്കുന്ന ആ വീരനെ ബഹുമാനത്തോടുകൂടി രാമൻ വീക്ഷിച്ചു എന്ന് പറയുകയാണ്. രാമലക്ഷ്മണന്മാരെ കണ്ട് ബാലി വളരെ വിനയത്തോടുകൂടി ധർമ്മം അനുസരിച്ച് പരുഷമായി ഇങ്ങനെ പറഞ്ഞു. അമ്പേറ്റ് വീര്യമൊടുങ്ങി മരിക്കാൻ കിടക്കുന്ന തന്നെ നോക്കി നിൽക്കുന്ന ആ രാമനോട് ബാലി ഇങ്ങനെ പറഞ്ഞു: അല്ലേ രാജപുത്ര, അങ്ങ് വളരെ ശ്രേഷ്ഠനാണ്, സുന്ദരനാണ്, കീർത്തിയുള്ളവനാണ്. എന്നിട്ടും പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരാളെ എന്തിനാണ് അങ്ങ് അമ്പ് ചെയ്ത് കൊന്നത്? ഞാൻ അങ്ങയുടെ മുഖത്ത് നോക്കിയൊന്നുമല്ലല്ലോ നിന്നേന്ന്. ഞാൻ സുഗ്രീവനുമായി യുദ്ധം ചെയ്യുമ്പോൾ എന്നെ പിന്നിൽ നിന്ന് അസ്ത്രം ചെയ്ത് കൊന്നത് എങ്ങനെയാണ് ശരിയാവുക? അങ്ങ് കുലീനനും സത്യസന്ധനും ഒക്കെയാണ്, സത്വഗുണപ്രധാനനുമൊക്കെയാണ് എന്ന് പറയുന്നു. പ്രജകൾക്ക് നന്മ ചെയ്യുന്നവനാണ് എന്ന് പറയുന്നു. ആചാരങ്ങളിലും ഒക്കെ അനുഷ്ഠിക്കുന്നവനാണ് എന്ന് പറയുന്നു. ദമം ശമം ക്ഷമം ക്ഷമാധർമ്മം ധൃതി സത്യം പരാക്രമം തുടങ്ങിയ ഗുണങ്ങളെല്ലാം ഉള്ളവനാണ് എന്ന് പറയുന്നു. അപകാരികളോട് ശത്രുക്കളോട് ദണ്ഡം പ്രയോഗിക്കുന്നവനാണ് എന്ന് പറയുന്നു. പക്ഷെ അങ്ങേക്ക് എന്ത് ശത്രുതയാണ് ഞാൻ ചെയ്തത്? അങ്ങയുടെ ഈ ഗുണങ്ങളൊക്കെ എനിക്കറിയാവുന്നത് കൊണ്ടാണ് താര എന്നെ തടഞ്ഞപ്പോഴും സുഗ്രീവൻ്റെ വെല്ലുവിളി സ്വീകരിച്ച് ഞാനിവിടെ വന്നു. കാരണം അങ്ങിങ്ങനെ ചതിയിലൂടെ എന്നെ കൊല്ലും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. മറ്റൊരാളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാളെ സാമാന്യമായിട്ട് ഭ്രാന്തനായ ഒരു മനുഷ്യൻ പോലും അമ്പ് ചെയ്ത് കൊല്ലുകയില്ല. മുനിയാണ് അങ്ങ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ മഹത്വമാകുന്നവനാണ് എന്ന്. പക്ഷേ അങ്ങ് ഹൃദയമില്ലാത്തവനെ പോലെ, ധർമ്മത്തിനെ ലംഘിക്കുന്നവനെ പോലെ, അധാർമികനായിട്ട് പാപം മാത്രം ചെയ്യുന്നവനായിട്ട്, പുല്ല് മൂടിയ കിണർ പോലെയുള്ളവനാണ്. പുല്ല് മൂടിയ കിണറിലെ ആളുകൾ ചെന്ന് വീഴും, അവിടെ കിണറുണ്ട് എന്ന് മനസ്സിലാക്കാതെ. അതുപോലെ അങ്ങ് ചതിയനാണ് എന്നാണ് ബാലി പറയുന്നത്. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. സജ്ജനങ്ങളുടെ വിഷവും കിട്ടി ദുർജനങ്ങളിങ്ങനെ നടക്കാറുണ്ട്. അങ്ങനെയുള്ള വലിയൊരാളാണ് അങ്ങ് എന്ന് എനിക്ക് തോന്നുന്നു. നിൻ്റെ നാട്ടിലോ പട്ടണത്തിലോ എവിടെയെങ്കിലും വന്ന് നിനക്കൊരപരാധം ഞാൻ ചെയ്തിട്ടില്ല.
നിൻ്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയതിലോ ഒന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. ഞാനിവിടെ കാട്ടിൽ കിഴങ്ങുകളും തേനുമൊക്കെ ഭക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ കഴിയുന്ന ഒരു കുരങ്ങൻ മാത്രമാണ്. അങ്ങനെയുള്ള എന്നെ നീ എന്തിനാണ് കൊന്നത്? നീ രാജപുത്രനാണ്, പ്രിയദർശനനാണ്, ധർമ്മലക്ഷണങ്ങളെല്ലാം ഉള്ളവനാണ് എന്ന് പറയുന്നു. ക്ഷത്രിയ കുലജാതനും എല്ലാ നന്മകളുള്ളവനും ഒക്കെയാണ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ക്രൂരധർമ്മം ചെയ്യാൻ പാടുണ്ടോ? നീ തീർച്ചയായിട്ടും എന്തിനാണ് ഇങ്ങനെ ഒരു വേഷം കെട്ടി നടക്കുന്നത്? നീ ഒരു മനുഷ്യൻ, രാജാവ്, ഭൂമി, സ്വർണം, വെള്ളി, ഇതൊക്കെയാണ് കലഹത്തിന് കാരണങ്ങൾ എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇവിടെ എന്തിനോട് കൊതിച്ചിട്ടാണ് നീ എന്നെ കൊല്ലുന്നത്? എന്താണ് എന്നിൽ നിന്ന് നിനക്ക് ലഭിക്കുമെന്ന് നീ പ്രതീക്ഷിക്കുന്നത്? ഈ കായികനികളാണ്. നയങ്ങളും മറ്റുമൊക്കെ ആഗ്രഹിക്കുന്നവർ, നിഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും ചെയ്യാൻ കഴിവുള്ളവർ ഒക്കെ ആയ രാജാക്കന്മാർ അതൊക്കെ വളരെ വിവേചന ബുദ്ധിയോടുകൂടി ചെയ്യേണ്ടതാണ്. സ്വേച്ഛാധികാരികളാവരുത് ഒരു ഭരണാധികാരികളും. നീയാണെങ്കിലോ കാമവൃത്തനായിട്ട്, തോന്നിവാസിയായിട്ട്, പെട്ടെന്ന് കോപിക്കുന്നവനായിട്ട്, സ്ഥിരബുദ്ധിയില്ലാത്തവനായിട്ടൊക്കെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വില്ലുകൊണ്ടാണ് നീ ജീവിക്കുന്നത് എന്ന് പറയുന്നു. നിനക്ക് ധർമ്മത്തിൽ യാതൊരു ശ്രദ്ധയുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അർത്ഥ വിഷയത്തിലും നിനക്കൊരു സ്ഥിരമായ ഇതൊന്നുമില്ല. കാരണം നീ അയോധ്യ രാജ്യമൊക്കെ ഉപേക്ഷിച്ച് വന്നവനാണ്. എന്നിട്ട് നിരപരാധിയായ എന്നെ ഇങ്ങനെ അമ്പെയ്ത് കൊല്ലാൻ മാത്രം എന്താണ് കാരണം? ബ്രഹ്മഹത്യ ചെയ്യുന്നവൻ, പശുഹത്യ ചെയ്യുന്നവൻ, കള്ളൻ, പ്രാണികളെ ഹിംസിക്കുന്നവൻ, നാസ്തികൻ, പരിവേദനം അനുഷ്ഠിക്കുന്നവൻ, ഇവരൊക്കെ നരകത്തിൽ പോകുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒന്നും ചെയ്യാത്ത ഈ പ്രാണിയായ എന്നെ ഹിംസ ചെയ്ത നീയും നരകത്തിൽ പോകേണ്ടി വരില്ലേ? ഏഷണി പറയുന്നവൻ, പിശുക്കൻ, സുഹൃത്തിനെ വധിക്കുന്നവൻ, ഗുരുവിൻ്റെ ശയ്യയിൽ അല്ലെങ്കിൽ ഗുരുപത്നിയുമായിട്ട് സംഘം നടത്തുന്നവൻ, ഇവരെല്ലാം പാപികളാണ് എന്ന് പറയുന്നു. എൻ്റെ ഈ തോല് ഉടുക്കാൻ പോലും കൊള്ളില്ല. അങ്ങനെ ഈ മരവുരിക്ക് പകരം ഒരു മൃഗത്തിൻ്റെ തോലുടുക്കാൻ ആഗ്രഹിച്ചിട്ടാണ് എന്നെ കൊന്നത് എങ്കിൽ അതും പറ്റില്ല. രോമങ്ങളും അസ്ഥികളും ഒക്കെ വർജ്യങ്ങളായ സംഭവങ്ങൾ തന്നെയാണ്. നിന്നെപ്പോലെയുള്ളവർക്ക് എൻ്റെ മാംസവും, കുരങ്ങൻ്റെ മാംസവും ഭക്ഷിക്കാൻ യോഗ്യമല്ല. 5 നഖങ്ങളുള്ളവയെയാണ് ബ്രാഹ്മണന്മാർക്കും ക്ഷത്രിയന്മാർക്കൊക്കെ ഭുജിക്കാമെന്ന് പറയുന്നത്. അത് മുള്ളം പന്നി, എയ്യൻ, ഉടുമ്പ്, ആമ, മുയൽ എന്നിവയാണ്. അതിലും കുരങ്ങൻ പെടുന്നില്ല. വിവേകമുള്ളവർ എൻ്റെ എല്ലും ഒരു കുരങ്ങൻ്റെ എല്ലും തോലും തൊടുകയില്ല. എൻ്റെ മാംസവും ഭക്ഷിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഉള്ള ഒരാളായ എന്നെ, എനിക്ക് 5 നഖങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും അങ്ങ് കൊന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. സർവജ്ഞയായ എൻ്റെ പത്നി താര എന്നോട് സത്യവും ഹിതവുമായ ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചതാണ്. പക്ഷേ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് അങ്ങയെ വിശ്വസിച്ച്, അങ്ങയെപ്പോലൊരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇവിടെ യുദ്ധത്തിന് വന്നതാണ്. സുശീലയായ ആ സ്ത്രീ ധൂർത്തനായ ഭർത്താവിനാൽ എന്ന പോലെ ഇപ്പോൾ വിധവയായി മാറിയിരിക്കുകയാണ്. ഈ ഭൂമി ഒരിക്കലും നിന്നെപ്പോലെ ഒരാളെ കൊണ്ട് സനാഥിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഷഠനും ക്രൂരനും ക്ഷുദ്രനും വഞ്ചകനും പാപിയുമായ നീ എങ്ങനെയാണ് ആ മഹാത്മാവായ ദശരഥൻ്റെ പുത്രനായിട്ട് ജനിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചാരിത്രത്തിൻ്റെ ചെങ്ങലയറുത്ത് സദ്ധർമ്മമാകുന്ന ഇതിനെ ലംഘിച്ചുകൊണ്ട് മതം കൊണ്ട് നടക്കുന്ന ഒരു ആനയാണ് നീ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടും ശത്രുക്കൾ നിന്നെ പുച്ഛിക്കാതിരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഉദാസീനരായ ഞങ്ങളുടെ നേർക്ക് നീ നിൻ്റെ വിക്രമമെല്ലാം കാണിച്ചു. നിന്നെ ദ്രോഹിച്ചവരോട് എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? രാജകുമാര, പോരിൽ നിന്ന് നേരെ യുദ്ധം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നീ എന്നാൽ കൊല്ലപ്പെടുമായിരുന്നു. കാലൻ്റെ മുഖം നീ കണ്ടേനെ. പാപവിധേയനായി ഉറങ്ങിക്കിടക്കുന്നവനെ പാമ്പെന്ന പോലെ അടുക്കാനാവാത്തതിനെ ഒളിച്ചു നിന്നല്ലേ നീ കൊന്നത്. സുഗ്രീവൻ്റെ പ്രീതിക്ക് വേണ്ടിയാണല്ലോ നീ ഇതൊക്കെ ചെയ്ത്. നിൻ്റെ കാര്യം നേടാൻ നേരത്തെ നീ സഖ്യം ചെയ്ത സുഗ്രീവനോട് സഖ്യം ചെയ്യുന്നതിന് മുമ്പ് എന്നോട് സഖ്യം ചെയ്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ എത്രയോ പെട്ടെന്ന് നിൻ്റെ കാര്യം ഞാൻ സാധിച്ചേനെ. നിനക്കറിയാമല്ലോ, ഈ രാവണനെ ഞാൻ എൻ്റെ വാലിൽ കെട്ടിക്കൊണ്ട് ചതുസമുദ്രങ്ങളും സഞ്ചരിച്ചാണ്. അത്രയും എനിക്ക് കീഴ്പ്പെട്ടവനാണ് ആ രാവണൻ. ആ രാവണനാണ് നിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയതെങ്കിൽ നീ സഖ്യം ചെയ്യേണ്ടത് ഞാനുമായിട്ടായിരുന്നില്ലേ? എങ്കിൽ എത്ര നിഷ്പ്രയാസം നിനക്കത് കഴിയാമായിരുന്നു. സീതയെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും
രാവണനിൽ നിന്ന് വീണ്ടെടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. എന്തായാലും ഈ നിൻ്റെ ഈ അധർമ്മ പ്രവൃത്തികൾ വളരെ തെറ്റായത് തന്നെയാണ്. ഇതിൻ്റെ ഫലം നീ അനുഭവിക്കുക തന്നെ ചെയ്യും. എന്തായാലും എന്നോട് ഈ ചെയ്തത് ശരിയാണോ എന്ന് നീ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുള്ള ബാലിയുടെ പരുഷം പറച്ചിലാണ് ഇവിടെ കേൾക്കുന്നത്. ഇതിൽ ഉപോദ്ഫലകമായിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് കൃഷ്ണാവതാര കാലത്ത് സ്വർഗാരോഹണത്തിന് മുമ്പ് ആ വേടൻ്റെ ഒളിയമ്പ് കൊണ്ട് മരിക്കേണ്ട അവസ്ഥ ഭഗവാൻ ഉണ്ടായത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ആ ബാലിയെ ചതിച്ചു കൊന്നതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.